C.M.A ട്രാവലിന് അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ച് ഒരു പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അരക്കപ്പ് പാല് ചെറു ചൂടോടെ പാത്രത്തിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇടുക. 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി ഇളക്കുക. എന്നിട്ട് 5 മിനിറ്റത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഗ്രാം മൈദ തട്ടത്തിലേക്ക് ഇടാം. ആവശ്യമായ ഉപ്പ് ചേർക്കാം. കുറഞ്ഞ 1 ടീസ്പൂൺ ഉപ്പെങ്കിലും ചേർക്കണം. ഇത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഇളക്കാം. ഇനി പാലൊഴിച്ച് നന്നായി കുഴയ്ക്കാം. ഇത് മയമാകാൻ വേണ്ടി 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുക. 2 ടീസ്പൂൺ എണ്ണ. ഈ ഡോയുടെ മുകളിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി പുരട്ടി അടച്ചു വെക്കുക ഒരു 3 മണിക്കൂറത്തേക്ക്. പിസ്സയിലിടുന്ന ടൊമാറ്റോ സോസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതെല്ലാം നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 3 തക്കാളി എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് നെടുകീറെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് ചൂടാകാൻ വെക്കുക. പുഴുങ്ങിയ തക്കാളി തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇനിയും സോസ് ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, 1 സവാള ഇടുക ഇതിനകത്തോട്ട്. ഏഴ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇടുക. ഇനി നന്നായിട്ട് ഇളക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളക് ഇടുക. ഉണക്ക ചതച്ച മുളക് ഇടുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇടുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക.
മിക്സിയിലടിച്ച തക്കാളി ഇനി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായി ഇളക്കാം. ഇതിലേക്ക് ഇനി 1 സ്പൂൺ ഒറിഗാനോ പൗഡറും കൂടി ഇടാം. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കാം. ഇത് ഇത്രയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ബട്ടർ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. നോൺ സ്റ്റിക്ക് പാൻ നന്നായി എണ്ണ പുരട്ടി നന്നായി തേക്കുക. ഇനി 3 മണിക്കൂർ മുമ്പേ തയ്യാറാക്കി വെച്ച നമ്മളെടുത്ത നന്നായി നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെച്ച് പരത്തുക. പരത്തിയ ഡോയിലേക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇടുക. അത് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായി വെന്ത് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇതേകൂട്ട് എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കുക, അല്ല അടുക്കി പിടിക്കും. ഇനി ഡോയിന് തിരിച്ചിടാം. ഇനി പാൻ ഓഫ് ചെയ്തിട്ട് ഡോയിന് തിരിച്ചിടാം. ഇപ്പോൾ ഡോ തിരിച്ചിട്ടു. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഇതിലേക്ക് പുരട്ടാം. നന്നായി പുരട്ടാം. സോസിൻ്റെ മുകളിലേക്ക് ചീസ് വിതറുക. ഇനി മുറിച്ച് വെച്ച സവാള ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പച്ച ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം, ചുമന്ന ക്യാപ്സിക്കം ഇടാം. ഞാൻ പച്ച ക്യാപ്സിക്കമാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് 2-3 ക്യാരറ്റ് ചേർക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടെ വിതറാം. കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് ഇങ്ങനെയുള്ള എല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റാണ് ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് വിതറാം.
ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ചേർക്കാം. കുറച്ച് ഒറിഗാനോ പൗഡറും കൂടെ ചേർക്കാം. അര ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഇനി പിസ്സ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. പിസ്സ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു. ഇനിയും പിസ്സ മുറിക്കാം. മുറിച്ച പിസ്സ ഇനിയും പ്ലേറ്റിലേക്ക് മാറ്റാം.